Meet the editors. വെള്ളാപ്പള്ളിയെ വിലക്കേണ്ടേ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, വെള്ളാപ്പള്ളി ഇതാദ്യമായിട്ടല്ല മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ പരാമർശം നടത്തുന്നത്. തുടർച്ചയായി നടത്തുന്ന ഒരു വ്യക്തിയാണ്. അവിടെയും ഇവിടെയുമായി രാഷ്ട്രീയ നിലപാടെടുക്കുന്ന വ്യക്തിയുമാണ്. പക്ഷേ ഈ തരത്തിലുള്ള പ്രസ്താവനകൾ തുറന്നു പോകുമ്പോൾ ഇങ്ങനെയൊരു പ്രതികരണം നടത്തുന്ന ആളെ വിലക്കേണ്ടതല്ലേ? നോക്കൂ സ്മൃതി, ഇന്നിപ്പോൾ മലപ്പുറത്ത് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന പ്രേക്ഷകരുടെ അറിവിലേക്ക് 3 വരികൾ ഞാൻ വായിക്കാം. മലപ്പുറത്ത് സ്വതന്ത്രമായി വായു ശ്വസിച്ചും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മലപ്പുറം പ്രത്യേകതരം രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്, അവർക്കിടയിൽ ഭയന്ന് ജീവിക്കുന്നവരാണ് ഈഴവർ. ഇത്തരത്തിലൊരു പ്രസ്താവന എന്ന് പറയുന്നത്, നോക്കൂ, ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ് കേട്ടോ. അദ്ദേഹത്തിന് മലപ്പുറത്തൂടെ സഞ്ചരിച്ചപ്പോൾ ശ്വാസം മുട്ടലുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു പ്രത്യേക രാജ്യമാണ്, ഒരു പ്രത്യേക ജനവിഭാഗം താമസിക്കുന്ന സംസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ ആ ജനവിഭാഗം ആരാണ്? അത് നിശ്ചയമായും മുസ്ലിങ്ങളാണല്ലോ. നോക്കൂ, കേരളത്തിൽ ഈ ഹിന്ദുത്വവാദികൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നൊരു കാര്യമുണ്ട്. മലപ്പുറം കേരളത്തിലെ പാകിസ്ഥാനാണെന്ന് പറയും. അത്തരം ഒരു പ്രചാരണമുണ്ട്. ആ പ്രചാരണത്തെ പിൻപറ്റിക്കൊണ്ട് നടത്തുന്നൊരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നതേ. ഒരു കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ ഓർക്കേണ്ടതുണ്ട്. കാരണം മലപ്പുറം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഒരു പ്രത്യേക രാജ്യമാണെങ്കിൽ ഈ കേരളത്തെക്കുറിച്ച് BJP എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷി ഉണ്ടല്ലോ, ആ സഖ്യകക്ഷിയിലെ മഹാരാഷ്ട്രയിലെ മന്ത്രിയായിട്ടുള്ള നിതീഷ് റാണെ പറഞ്ഞത് എന്താണെന്നറിയാവോ? കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്നാണ് പറഞ്ഞത്. കേരളം ഒരു മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിൽ പോയി മത്സരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ രാജ്യമായിട്ടാണ് മലപ്പുറത്തെ വെള്ളാപ്പള്ളി നടേശൻ കാണുന്നതെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ജീവിക്കുന്ന ഈ കേരളം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച്, മഹാരാഷ്ട്രീയനായ BJPയെ സംബന്ധിച്ച്, ഒരു BJP നേതാവിനെ സംബന്ധിച്ച്, മന്ത്രിയെ സംബന്ധിച്ച് പാകിസ്ഥാനാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ പറയാം, ഇപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യമായിട്ട് കാണുന്നത്? മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. 2011 സെൻസസ് പ്രകാരം 70% ആളുകൾ അവിടെ മുസ്ലിങ്ങളാണ്. 70%. 26% ഹിന്ദുക്കളാണ്. ഈ കണക്ക് വളരെ പ്രധാനമാണ് കേട്ടോ. 26% അവിടെ ഹിന്ദുക്കളാണ്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് നോക്കാം. വെള്ളാപ്പള്ളി നടേശൻ വരുന്ന ജില്ലയാണല്ലോ ആലപ്പുഴ. ആ ജില്ല എൻ്റെ ജില്ല കൂടിയാണ്. ആ ആലപ്പുഴയിലെ സെൻസസ് പ്രകാരം 70% ഹിന്ദുക്കളാണ്. മലപ്പുറത്ത് 70% മുസ്ലിങ്ങളാണെങ്കിൽ ആലപ്പുഴയിൽ 70% ഹിന്ദുക്കൾ. അവിടെ മുസ്ലിം പ്രാതിനിധ്യം എത്രയാണെന്നറിയാവോ? 10%. മലപ്പുറത്ത് ചുരുങ്ങിയത് 26% ഉണ്ട് ഹിന്ദുക്കളുടെ സാന്നിധ്യം. ഇവിടെ 10%മേ ഉള്ളൂ. ഇനിയിപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരു ഇസ്ലാം മത പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായ നേതാവോ ആലപ്പുഴയിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. ആലപ്പുഴയിൽ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു 4 അമ്പലങ്ങൾ ഉണ്ടാവും. അതൊരു തെറ്റല്ല. കാരണം ഓരോ മതവിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലത്ത് അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ആരാധനാലയങ്ങളും ആചാരങ്ങളും ഒക്കെ സമ്മിശ്രമായി ജീവിക്കുന്ന മനോഹരമായൊരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അവിടെ വിവേചനം കാണേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മുസ്ലിം മത പണ്ഡിതനോ മുസ്ലിം മത മേധാവിയോ ആലപ്പുഴ വന്നിട്ട് ഞാനിപ്പോൾ സഞ്ചരിച്ച ഒരു ഹിന്ദു രാജ്യത്തിലൂടെയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഈ തരത്തിലുള്ള പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത് പറയുന്നത്. കാരണം എന്താ അറിയുമോ, വെള്ളാപ്പള്ളി നടേശന് മലപ്പുറത്തിൻ്റെ ചരിത്രം അറിയത്തില്ല, കേരളത്തിൻ്റെ ചരിത്രം അറിയത്തില്ല. അതൊക്കെ അദ്ദേഹം ഒന്ന് പഠിക്കണം. എന്താണ് ഈ മലപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണോ? ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ? നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലേ? ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത്? മലപ്പുറത്താണ് ജനിച്ചത്. തിരൂര്, തുഞ്ചംപറമ്പ് അതിൻ്റെ സ്മാരകമാണ് അല്ലേ? നമ്മൾ ഇന്നീ പറയുന്ന ഈ ഒരു പ്രത്യേക വിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തെ ഉയർത്തിവിടുന്നത് കൊണ്ട് ആ വിഭാഗത്തിലെ പ്രമുഖരുടെ പേര് തന്നെ ഞാൻ പറയാമെന്നേ. ഇന്ന് മലയാളത്തിൽ ഏറ്റവും മഹത്തായ ഭക്തികാവ്യം എഴുതിയിട്ടുള്ള, ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ള പൂന്താനം നമ്പൂതിരിയുടെ സ്ഥലം ഏതാ? ഈ പറയുന്ന മലപ്പുറമാണ്. അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണീയമുണ്ടല്ലോ, അത് എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുണ്ട്. ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ്. ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ, ആ സംഗീതത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ വക്താവായിട്ടുള്ള ഞരളത്ത് രാമപൊതുവാൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെന്നേ. അതുപോലെ തന്നെയാണ് മലയാളത്തിൻ്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാനി ആരാ? കുമാരനാശാനാണല്ലോ. കുമാരനാശാൻ SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ്. ആ കസേരയിലാണ് കേട്ടോ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കുമാരനാശാൻ്റെ പിൻഗാമി കൂടിയാണ്. എന്ന് മാത്രമല്ല, കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം കുമാരനാശാൻ്റെ പിൻഗാമി ആയതുകൊണ്ട് തന്നെ ഈ ചരിത്രവും നമ്മുടെ സംസ്കാരവും ഒക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. കുമാരനാശാനൊപ്പം തന്നെ തലയെടുപ്പോടുകൂടി കേരളം കാണുന്ന കവിത്രയങ്ങളിൽ ഒരാളാണല്ലോ വള്ളത്തോൾ നാരായണ മേനോൻ.
മേനോൻ, അദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ്. ഈ രീതിയിൽ എത്ര വലിയ സംഭാവനകളാണ് മലപ്പുറം നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളത്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാരി എന്ന് പറഞ്ഞിട്ടുള്ള ഇടശ്ശേരി ഗോവിന്ദൻ നായരുണ്ടല്ലോ, ഈ പറയുന്ന പൂതപ്പാട്ട് എന്ന് പറഞ്ഞ കവിത എഴുതിയിട്ടുള്ള ആ ഇടശ്ശേരിയുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം കേട്ടോ. അതെ, PC കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്ന ഉറൂബ് എന്ന് പറയുന്ന മലയാള നോവൽ സാഹിത്യത്തിൽ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള ഉറൂബിൻ്റെ സ്ഥലമാണ് ഈ പറയുന്ന എന്താ പറയുക മലപ്പുറം എന്ന് പറയുന്നത്. ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഞാൻ ഓരോ ഭാഗമായിട്ടെന്നേ പറയുന്നത്, മലപ്പുറത്ത് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട. ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവന നൽകിയിട്ടുള്ള KCS പണിക്കരുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ്. അതേപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തനായിരുന്നു കേട്ടോ, ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആർട്ടിസ്റ്റ് നമ്പൂരി. വരയുടെ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, ആർട്ടിസ്റ്റ് നമ്പൂരി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, പൊന്നാനിയാണ് വീട്, മലപ്പുറത്തുകാരനാണെന്നേ. ഇനി ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ചിന്തകരുണ്ട്. ആ 2 ചിന്തകരും വന്നത് മലപ്പുറത്തുനിന്നാണ്. ഒരാൾ EMS നമ്പൂരിപ്പാടെന്ന് അദ്ദേഹത്തിൻ്റെ പേര്, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു, മലപ്പുറംകാരനാണ്. എലങ്കളം മനയാണ് അദ്ദേഹത്തിൻ്റെ ദേശം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. പിന്നെ ഒരാൾ K ദാമോദരനാണ്. ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണം നടത്തുന്നത് എവിടെയാണ്? തിരുനാവായിലാണ്. ആ തിരുനാവായ എന്ന് പറയുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്തിന് അങ്ങനെ വലിയ ചരിത്രമുണ്ട്. അത് സെക്കുലറിസത്തിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് വേണം ഈ രീതിയിൽ അവിടെ പോയിട്ട് ഈ വിദ്വേഷ പ്രസംഗം നടത്താൻ. ഇനി അദ്ദേഹം പ്രസംഗിച്ചത് എന്താണെന്നറിയോ? ഒരു കാര്യം ഞാൻ പറയാം. അവിടെ ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ തൊഴിലുറപ്പിന് പകരം കേരളത്തിൽ പിന്നാക്ക വികസന കോർപ്പറേഷൻ ഉണ്ട്, പിന്നാക്ക വികസന കോർപ്പറേഷൻ. ആ പിന്നാക്ക വികസന കോർപ്പറേഷനെ കേരളത്തിൽ ഈഴവ വിഭാഗങ്ങൾക്ക് ഈ ജോലി എടുക്കാൻ, സ്വന്തമായി തൊഴിൽ കണ്ടെത്താൻ, കച്ചവടം നടത്താനൊക്കെ ഉണ്ടല്ലോ ധനസഹായം നൽകിയിരുന്നു. ആ ധനസഹായത്തിൻ്റെ പേരാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. ആ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലെ പ്രതിയാണെന്ന് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഭയങ്കര സമുദായ സ്നേഹമാണല്ലോ. ആ സമുദായത്തെ അങ്ങ് ഉദ്ധരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്താ പറ്റിയെന്നറിയോ? മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൻ്റെ പേരിൽ എത്ര കോടിയുടെ തട്ടിപ്പാ? 15 കോടിയുടെ തട്ടിപ്പാ. ആ 15 കോടിയുടെ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിജിലൻസ് കേസിന് പോയതാരാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണെന്നേ. അതാണ് ഈ പറയുന്ന സമുദായ സ്നേഹി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഭയങ്കര സമുദായത്തിൻ്റെ ഉദ്ധരണത്തിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, അദ്ദേഹം തന്നെ ഈ പ്രസംഗത്തിൽ പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. ഇങ്ങോട്ടേക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ വരാറില്ല എന്ന്. ഇങ്ങോട്ടേക്കൊക്കെ എന്നെ വിളിക്കാൻ കാരണം എന്താ അറിയാം? അവിടെ ആൾ കുറവാ, ഈ സംഘടനയ്ക്ക് ആൾ കുറവാണ്. അപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സംഘടനയ്ക്ക് ആൾ കുറവായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ അവരോടുള്ള അപ്രോച്ച് ഇതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ പലപ്പോഴും വടക്കോട്ടേക്ക് യാത്രയില്ലാതിരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? മഞ്ചേരി NSS കോളേജ് ഉണ്ടല്ലോ, എത്ര കാലമായിട്ടാണെന്നേ മഞ്ചേരിയിൽ NSS കോളേജ് നിൽക്കുന്നത്. എന്താ അതിൻ്റെ കാര്യം? അവിടെ മറ്റേ നായർ ഭൂരിപക്ഷമുള്ളതുകൊണ്ടാ? അല്ല, മഞ്ചേരി എന്ന് പറയുന്നത് NSSൻ്റെ പ്രയോറിറ്റിയിലൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അവരവിടെ ഒരു കോളേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രയോറിറ്റിയിൽ അതുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ ചോദ്യം. NSS SNDP ഒക്കെ ചോദിക്കുമ്പോൾ വാരിക്കോരി കൊടുക്കുന്നുണ്ടെന്നേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ. പക്ഷേ SNDPയുടെ തീരുമാനം തിരുവിതാംകൂറാണ്, അവരുടെ പ്രയോറിറ്റി തിരുവിതാംകൂറാണ്. അവിടെയാണ് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ സ്ഥാപിച്ചിട്ടുള്ളത്. ആ പ്രയോറിറ്റി അവിടെ ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പറയണം മലപ്പുറത്ത് ഞങ്ങൾക്ക് കോളേജ് വേണം, ഞങ്ങൾക്ക് സ്കൂൾ വേണം എന്ന് പറയണം. അതായത് ഞാനിപ്പോൾ വളരെ കുറവേ ഇങ്ങോട്ട് വരാറുള്ളൂ, ഞാനങ്ങനെ വരാറ് തന്നെ ഇല്ല എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറിയുടെ അപ്രോച്ച് തന്നെ ആ ജില്ലയോട് അങ്ങനെ ആയിരിക്കുമ്പോൾ അവരെന്തെങ്കിലും ചോദിച്ചു വാങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അവരുടെ പ്രയോറിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഈ രീതിയിൽ, അത് മാത്രമല്ലേ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത്? അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 10 വർഷമായിട്ട് 2015 ഈ BDJS ഉണ്ടാകുന്ന സമയം മുതൽ ഇങ്ങോട്ട് അദ്ദേഹം കൃത്യമായി മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾ വേറെ കാര്യം കൂടി ആലോചിക്കണേ. ഒരു കാര്യം കൂടി ഞാൻ ഇതിനിടെ കൂടി പറയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് 9 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന ആരാ? കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മലപ്പുറം അടക്കമുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഒന്നും കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒന്നും കിട്ടാത്തൊരു ജില്ലയായിട്ട് അതുണ്ടെങ്കിൽ നിങ്ങൾ അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടോ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ അടുക്കൽ? അങ്ങനെ ടേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിലെ അതിൻ്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരാണ് ഇവരുടെ പിന്നാക്കാവസ്ഥയ്ക്ക് കഴിഞ്ഞ 9 വർഷമായിട്ട് ഉത്തരവാദി എങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇടതുപക്ഷത്തുള്ള സമീപനം ഇതാണോ, നിലപാട് ഇതാണോ? അദ്ദേഹം ഇടതുപക്ഷത്തിനെതിരാണോ? അദ്ദേഹം വ്യക്തമാക്കണമെന്നേ. കാരണം വെച്ചാൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ടുള്ള സർക്കാർ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ സർക്കാരല്ലേ, ഇടതുപക്ഷത്തിൻ്റെ സർക്കാരല്ലേ? ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുമല്ലോ കേരളത്തിൽ തുടർഭരണം ഉണ്ടാകണം, തുടർഭരണം ഉണ്ടായാൽ പിണറായി തന്നെ മുഖ്യമന്ത്രിയാകണം. ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ നിലപാട്, കേരള രാഷ്ട്രീയത്തിലെ നിലപാട്. വളരെ സവിശേഷമായ നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ SNDP യോഗത്തിൻ്റെ ഉപാധ്യക്ഷനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷനായിരിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ BDJS, ആ പാർട്ടി ആരുടെ കൂടെയാ? BJPയുടെ കൂടെ കേന്ദ്രത്തിൽ. പ്രശ്നം എന്താണെന്നറിയാവോ? പല തരത്തിലുള്ള കേസുകളെ വെള്ളാപ്പള്ളി ഭയക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി ഒരു ബിസിനസ്മാനാണ് അടിസ്ഥാനപരമായിട്ട്. നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ ED വന്ന് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു സിനിമ എടുത്തതിൻ്റെ പേരിൽ അതിൻ്റെ നിർമ്മാതാവിനെതിരെ ED അന്വേഷണം വന്നില്ലേ? ഇപ്പോൾ അതിൻ്റെ സംവിധായകനെതിരെ IT അന്വേഷണം വന്നില്ലേ? ഈ രീതിയിൽ ഭരണകൂടം അതിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഭയമുണ്ട്. ആ ഭയത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിൽ ഞങ്ങൾക്കൊരു സമീപനം, കേരളത്തിൽ വേറൊരു സമീപനം. കേരളത്തിൽ എന്താ പ്രശ്നം? മൈക്രോ
മൈക്രോ ഫിനാൻസ് അടക്കമുള്ള കേസുകളുണ്ട്. ആ കേസുകളിനകത്ത് മുറിവും. അപ്പോൾ രണ്ടിടത്തും നിൽക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനപ്പുറം വേറൊരു തരത്തിലുള്ള വിദ്വേഷം പറയുന്നു എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ രാഷ്ട്രീയ നേതാവായിട്ട് കാണുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന നടത്തുന്നതിന് നമുക്ക് രാഷ്ട്രീയമായി കാണാം. ഇവിടെ എന്താ പ്രശ്നം എന്നറിയാമോ? ഇത് ഒരു സമുദായ നേതാവാണ്. കേരളത്തിൻ്റെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് കേട്ടോ അദ്ദേഹം. ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ ചരിത്രമാണ്, ജനാധിപത്യത്തിൻ്റെ ചരിത്രമാണ്. ഈ കേരളത്തെ ഒറ്റക്കെട്ടായി അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നിപ്പിച്ച നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പിൻപറ്റുന്ന SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഈ പൂവിട്ട് ആദരിക്കുന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാവോ? അപരവിദ്വേഷം പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപരവിദ്വേഷം പാടില്ല എന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം സഞ്ചരിക്കുന്നത് നാരായണ ഗുരുവിൻ്റെ പാതയിലാണല്ലോ. നാരായണ ഗുരു സ്ഥാപിച്ച SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം. ഒരു സാമുദായിക നേതാവായിട്ട് വന്നിട്ട് ആ സാമുദായിക നേതാവാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശം നടത്തുന്നത്. അത് കേരളത്തിൻ്റെ ഈ പറയുന്ന എന്താ പറയുക, കേരളത്തിൻ്റെ സ്വസ്ഥമായ ജീവിതത്തെ നിശ്ചയമായും അലങ്കോലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ തള്ളിപ്പെടുന്ന ഒരു പ്രസ്താവമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കുറേ കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാൻഹോളിൽ വീണ നൗഷാദിൻ്റെ പ്രശ്നം മുതൽ ഇങ്ങോട്ടേക്ക് എന്താണ് അന്ന് പറഞ്ഞത്? മാൻഹോളിൽ വീണ നൗഷാദിനെ കുറിച്ച് പറഞ്ഞതെന്താ അറിയാമോ? മുസൽമാൻ ആയതുകൊണ്ട് സർക്കാർ വളരെ വേഗം സഹായം കൊടുത്തു എന്നാണ്. പച്ചയ്ക്കാണെന്ന് ഇത് പറയുന്നത്. പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് കൃത്യമായ വിദ്വേഷം, വർഗീയമായ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൻ്റെ മുതലെടുപ്പ് ആരാണ് നടത്താൻ പോകുന്നത് കേരളത്തിൽ? ഒരു സംശയവും കേട്ടോ. അത് BJPക്കാണ് ഗുണം ചെയ്യുക. അതിൻ്റെ കാര്യം എന്താ? BJPക്കാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിലെ നല്ലൊരു വിഭാഗവും വോട്ട് ചെയ്തതെന്നേ. ആ വോട്ട് ചെയ്യാനുള്ള കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം ഇങ്ങനെ മുസ്ലിം പ്രീണനം നടത്തുകയാണ് CPM, മുസ്ലിം പ്രീണനം നടത്തുകയാണ് ഇടതുപക്ഷം, മുസ്ലിം പ്രീണനം നടത്തുകയാണ് LDF സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് എന്താ പറ്റിയത്? ആലപ്പുഴയടക്കം, ആറ്റിങ്ങലടക്കം ഈ ഓരോ മണ്ഡലങ്ങളിലെയും കണക്കെടുത്ത് നോക്കും. തൃശ്ശൂർ ഒക്കെ അടക്കമുള്ള പല മണ്ഡലങ്ങളിലും വലിയ തിരിച്ചടി CPM ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ആ സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് BDS ത്രൂ ആണ് ഷിഫ്റ്റ് ചെയ്തത്. അത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് BDS എന്ന് പറയുന്നത്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന് പറ്റുന്ന വിധത്തിലുള്ള മനോഹരമായിട്ടുള്ള വിദ്വേഷ വർഗീയ ആശയങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ഒരു സമുദായ നേതാവ് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ ചെക്ക് ചെയ്യണം. അയാളെ ചെക്ക് ചെയ്യണം എന്ന കാര്യത്തിനകത്ത് ഒരു സംശയവും വേണ്ട. അത് കേരളത്തിൻ്റെ ജനാധിപത്യ നവോത്ഥാന ചരിത്രത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് ഇത്തരം നാവുകൾക്ക് വിലങ്ങിടണം എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്. വെള്ളാപ്പള്ളിയെ വിലക്കേണ്ടേ എന്ന ചോദ്യത്തിന് വെള്ളാപ്പള്ളിയെ വിലക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. PC ജോർജിനെ പോലെ സംഘപരിവാറിലെ ചില നേതാക്കളെ പോലെ തന്നെ അപകടകാരിയായ വർഗീയ വിദ്വേഷം വിതയ്ക്കുന്ന പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിക്ക് പക്ഷേ മറ്റാർക്കുമില്ലാത്ത ഒരു പരിവേഷം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ലീഗും പ്രതികരിച്ചു മലപ്പുറവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. പക്ഷേ വളരെ ശക്തമായ പ്രതികരണങ്ങൾ വരേണ്ട ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിക്കെതിരെ നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ മൈക്രോ ഫിനാൻസ് കേസൊക്കെ നല്ല ശക്തമായി ആ കേസ് മുന്നോട്ട് പോയിരുന്നത് VSന്റെ കാലത്താണ്. പിന്നീട് പിണറായി വിജയൻ വന്ന ശേഷം ആ കേസുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ ഒരു രീതി എന്ന് വെച്ചാൽ മകനെ അവിടെ BJPയെ പിന്തുണയ്ക്കാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, മോദിയെ പുകഴ്ത്താൻ മകൻ, ഇവിടെ CPMനെ പുകഴ്ത്താൻ ഞാൻ മതി എന്ന രൂപത്തിൽ അവിടെയും ഇവിടെയും പറയും. മോദി നല്ല പ്രധാനമന്ത്രി, പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രി. ഇതാണ് രീതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് ഇതാദ്യമല്ല എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞ നൗഷാദ് ഈ അഴുക്കുചാൽ വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മരിച്ചയാളാണ്. ആ നൗഷാദിൻ്റെ കുടുംബത്തിന് സഹായം നൽകിയാണ് സർക്കാർ ചെയ്തത്. ആ സഹായത്തെയാണ് വർഗീയമായി കണ്ട് പ്രതികരിച്ചത്. അന്ന് പക്ഷേ പിണറായിയുടെ കാലത്ത് തന്നെ അന്ന് കേസെടുത്ത ശേഷം വെള്ളാപ്പള്ളി ഭയന്നു. കേസെടുത്ത ശേഷം വേഗം മാറ്റി നൗഷാദിനെ പുകഴ്ത്തിക്കൊണ്ട് അടുത്ത പ്രതികരണം നടത്തുകയും ചെയ്തു. ഇനി തോന്നുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് വള്ളത്തിലും കാല് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ നിലപാടുകൾ മാറ്റാൻ കഴിയുന്ന ഒരു നേതാവാണ്. അങ്ങനെയുള്ള വെള്ളാപ്പള്ളിയാണ് ഇവിടെ ശബരിമല പ്രക്ഷോഭം, ശബരിമല സമരങ്ങൾക്കൊക്കെ ശേഷം ഇവിടെ സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി നിശ്ചയിച്ചത്. അന്ന് തന്നെ വെള്ളാപ്പള്ളിക്ക് ആ സ്ഥാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ വെള്ളാപ്പള്ളിയെ അങ്ങനെ നിശ്ചയിച്ച് എന്തുകൊണ്ടാണ്? അന്ന് CPMനെ സംബന്ധിച്ച് ഈഴവ വോട്ടുകൾ പ്രധാനമാണ്. അപ്പോൾ ഈഴവ വോട്ടുകളുടെ താക്കോൽ വെള്ളാപ്പള്ളിക്കാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം വെള്ളാപ്പള്ളി ഓരോ തെരഞ്ഞെടുപ്പുകളിലും ചില നേതാക്കളെക്കെതിരെ വിമർശനം നടത്തുകയും, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ
KC വേണുഗോപാലിനെതിരെ രംഗത്ത് വന്നിട്ട് പല നേതാക്കൾക്കുമെതിരെ ഇയാളെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ നേതാവ് ജയിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൽ ഭൂരിപക്ഷം വരുന്ന ഈഴവർ അവർ വെള്ളാപ്പള്ളി അനുസരിക്കുന്നവരാണ് എന്ന തെറ്റിദ്ധാരണയുണ്ട്. അവർക്ക് സ്വന്തമായി ചിന്തിക്കാനും ആലോചിക്കാനും രാഷ്ട്രീയ ബോധവുമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന ഈഴവ വോട്ടുകളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ഈഴവ വോട്ടുകളിൽ വലിയ രീതിയിലുള്ള ചോർച്ച CPM-നുണ്ടായത്. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ പ്രതികരിക്കുമ്പോൾ അതിൽ ഈഴവ വോട്ട് ചോദനയെ പറ്റി പറയുന്നുണ്ട്. ആ പറയുന്ന ഘട്ടത്തിൽ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങിയതിനെക്കുറിച്ചൊക്കെ വളരെ ശക്തമായി തന്നെ MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അതിലപ്പുറമുള്ള നടപടികളിലേക്ക് പ്രതികരണങ്ങളിലേക്ക് കടക്കാനൊക്കെ എത്രത്തോളം കഴിയും? കാരണം ഈഴവ വോട്ട് വെള്ളാപ്പള്ളിയുടെ കയ്യിലാണ് എൻ്റെ ഒരു തെറ്റിദ്ധാരണയുണ്ടാകാം. ഒരുപക്ഷെ അതാണ് കരുതുന്നതെന്ന് ഞാൻ കരുതുന്നു. വെള്ളാപ്പള്ളിയുടെ നിലപാട് കൊണ്ടല്ല, യഥാർത്ഥത്തിൽ ഈഴവ വോട്ടുകൾ പോയിട്ടുള്ളത് സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഈഴവ വോട്ടർമാർക്കുണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം. അതോടൊപ്പം തന്നെ ഈ CPM-ന് വോട്ട് ചോർച്ച ഉണ്ടായെടുത്ത സ്ഥലങ്ങളിലൊക്കെ BJP-ക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. അത് ഈ പറയുന്ന BDJs കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് BJP പ്രവർത്തിച്ചിട്ട് തന്നെയാണ് ആ ഭാഗങ്ങളിലൊക്കെ വോട്ട് കൂടിയത്. അങ്ങനെ വോട്ട് കൂടിയ കണക്കൊക്കെ കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ ആരിഫിൻ്റെ വോട്ട് 8.76% കുറഞ്ഞത്. അതായത് 40.96 നിന്നും 2019 കിട്ടിയതാണ് 32.25% കുറഞ്ഞു. ശോഭാ സുരേന്ദ്രനാകട്ടെ 28%-ലധികം വോട്ട് നേടിയിരിക്കുന്നു. 2019 KS രാധാകൃഷ്ണൻ നേടിയത് വെറും 17.24%. അപ്പോൾ ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കാനൊക്കെ വെള്ളാപ്പള്ളി പോയിട്ടുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെതായി വോട്ട് നേടാനുള്ള കഴിവുണ്ട്. വെള്ളാപ്പള്ളിയുടെ കഴിവുകൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ കേസ് എടുക്കുമോ എന്നാണ് അറിയേണ്ടത്. കേസ് എടുക്കാൻ ഉള്ള നിലപാടിലേക്ക് ഇടത് സർക്കാർ പോകേണ്ടതുണ്ട്. അങ്ങനെ കേസെടുത്ത ചരിത്രവും അതിശക്തമായ വർഗീയ പരാമർശങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടുകളെടുത്ത ചരിത്രവും ഇടത് സർക്കാരുകളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെയും ഈ പറഞ്ഞ കുമാരനാശൻ്റെയും ഒക്കെ പിൻഗാമിയായി എത്തിയിരിക്കുന്ന വെള്ളാപ്പള്ളി അദ്ദേഹം സ്വയം ഒരു ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം സ്വയം കാണുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അപരമത വിദ്വേഷമാണ് അദ്ദേഹം എല്ലാ ഘട്ടത്തിലും പറയുന്നത്. ഇവിടെ പള്ളികൾ നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. അവിടെ പറയുന്നിടത്താണ് ഇവിടെ മുസ്ലിം വിരുദ്ധ പരാമർശം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും മലപ്പുറത്ത് നിലമ്പൂരിൽ പോയി അവിടെയുള്ള ഈഴവരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ തിരിഞ്ഞു പോകുന്നവരല്ല ഈഴവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടാകും. അവിടെ ഇടതുപക്ഷം മുസ്ലിം പ്രീണനം നടത്തുകയാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണോ യഥാർത്ഥത്തിലുള്ളതെന്ന് CPM പരിശോധിക്കേണ്ട കാര്യമാണ്. മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണം ആദ്യം വരേണ്ടത് CPM-ൽ നിന്നാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന AYF-ന്റെ പ്രതികരണമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം വന്നു എന്ന് തോന്നുന്നു. CPM-ന്റെ പ്രതികരണം ഞാൻ കണ്ടില്ല ഇതുവരെ. കോൺഗ്രസിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി എന്ന നേതാവിനെ കോൺഗ്രസ് അങ്ങനെ അംഗീകരിക്കുന്നില്ല. കോൺഗ്രസിന് വെള്ളാപ്പള്ളിയുടെ പിന്തുണ കിട്ടിയിട്ടുമില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അടുപ്പം ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടപ്പോൾ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടുണ്ട്. ലീഗ് ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. മലപ്പുറവുമായി ബന്ധപ്പെട്ട് നോക്കൂ. മലപ്പുറവുമായി ബന്ധപ്പെട്ടപ്പോൾ വെള്ളാപ്പള്ളി മാത്രമല്ല, നേരത്തെയും പല നേതാക്കളും പ്രതികരണം നടത്തിയെന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അത് ഒരു മലപ്പുറത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഘട്ടത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ്, അത് മതന്യൂനപക്ഷ വർഗീയതയുടെ ശക്തീകരണം വരുന്ന മേഖലയാണ് എന്ന് പറഞ്ഞത് 2017 മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടത്തിയ പ്രതികരണമാണ്. അങ്ങനെ ഒരു പ്രതികരണം CPM-ലെ ചില നേതാക്കളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ VS പോലും നടത്തിയ പ്രതികരണം വലിയ വിവാദമായിരുന്നതാണ്. അവിടെ പരമായി പിന്നാക്കം നിന്നിരുന്ന ഒരു ജില്ല വളരെ പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠനത്തിൽ വളരെയധികം മുന്നോട്ട് വരുന്നു. എൻട്രൻസ് പരീക്ഷാ ഫലത്തിലൊക്കെ അവർ മുന്നോട്ട് വന്ന ഘട്ടത്തിൽ VS ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് കോപ്പി അടിച്ച് പാസ്സായതാണ്. അന്ന് വലിയ ശക്തമായ വിമർശനമുയർന്നു, വലിയ പ്രതികരണങ്ങൾ അന്ന് രാഷ്ട്രീയമായി ഉയർന്നത്. പക്ഷേ അതും ഇതുമായി താരതമ്യം ചെയ്യല്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, സാമുദായിക നേതാവ് തുടർച്ചയായി ആ സമുദായ നേതാവ് എന്ന രൂപത്തിൽ കാണിക്കേണ്ട പക്വത കാണിക്കാതെ അപരമത വിദ്വേഷം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായും അതിൽ നടപടിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ PC ജോർജുമായി ബന്ധപ്പെട്ട് 2 തവണ കേസെടുത്തു. PC ജോർജ് 2 തവണ ജയിലിൽ പോയി. വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടും ഈ പ്രതികരണത്തിൽ ശക്തമായ മറുപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. വെള്ളാപ്പള്ളി വിലക്കേണ്ടതുണ്ട്. സുജയ.
വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ്, ആ ഒരു പ്രസംഗം, അതൊരു എനിക്ക് തോന്നുന്നത് ഒരു ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ഉള്ള, അതായത് കുറെ കാലത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിന്റെ ഒരു വഴിതുറക്കലാണ് ഇന്ന് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. അതിനെ കേവലം ഇന്നത്തെ ഒരു പ്രസ്താവന മാത്രമായി കാണേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു പോളറൈസേഷൻ, ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ മലപ്പുറത്തെ മുസ്ലിങ്ങളെല്ലാം സംഘടിതരായി നിന്ന് ഹിന്ദുക്കളെ മുഴുവൻ അവിടെ നിന്ന് ഓടിക്കും എന്നൊക്കെ രീതിയിലുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈഴവരെക്കുറിച്ച് മാത്രം, അതും SNDPയുടെ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഉണ്ണിസാർ സംഘപരിവാറിനെയും BJPയും ഒക്കെ പറയുമല്ലോ, കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ കേരളത്തിൽ ഈ രീതിയിലുള്ള മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള, ഇങ്ങനെ വിഘടിച്ച് നിൽക്കണം എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞതായി ഈ അടുത്ത കാലത്തോ അല്ലെങ്കിൽ പഴയ കാലത്തോ എപ്പോഴെങ്കിലും എടുത്ത് കാണിക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ള പ്രസ്താവനകളിലേക്ക് ഒരിക്കലും BJPയുടെയോ RSSന്റെയോ നേതാക്കൾ കേരളത്തിൽ പോയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങേക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരു നാരായൺ റാണേ ഉണ്ടാകും. പക്ഷേ കേരളത്തിലെ ഒരു നേതാവിനെ പോലും, കാരണം കേരളത്തിൽ ജീവിക്കുന്ന, കേരളത്തിലെ സാഹചര്യം അറിയാവുന്ന, കേരളത്തിലെ കമ്മ്യൂണൽ ഫാബ്രിക് എന്ന് പറയുന്നത് എത്രത്തോളം ഡെലിക്കേറ്റ് ആണ്, അത് അങ്ങനെ തന്നെയാണ് ഡെലിക്കേറ്റ് ആയത്, അത് അത്രയും മിനുസത്തോടു കൂടി തന്നെ ചേർത്ത് കൊണ്ടുപോകണം എന്നുള്ള ധാരണയുള്ള ആളുകൾ തന്നെയാണ് ഇരിക്കുന്നത്. ഇതുവരെ സംസ്ഥാന BJPയിലെയോ BJP അധ്യക്ഷനടക്കം ആരെങ്കിലും ഈ ഒരു പ്രസ്താവനയെ അനുകൂലിച്ച് രംഗത്ത് വന്നതായിട്ട് കാണുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ നരേന്ദ്രമോദിക്കൊപ്പമാണ് എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ടല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തുടർഭരണം കിട്ടുമെന്നേ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്, അല്ലാതെ BJP കേരളത്തിലേക്ക് അധികാരത്തിൽ വരുമെന്നല്ല. LDF സർക്കാരിന് തുടർഭരണം കിട്ടുമെന്ന് പറയുന്ന LDFന് ഒപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം സരിനെയാണ് സ്വീകരിച്ചത്, അതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു വ്യക്തത കുറവുമില്ല. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യത്തിലെ ഫാക്ട് ചെക്കിംഗ് നമുക്ക് ആദ്യം ഒന്ന് നടത്തി നോക്കാം. ഞാൻ മലപ്പുറം ജില്ലയിലെ കുറച്ച് സുഹൃത്തുക്കളുമായൊക്കെ സംസാരിച്ചു. അതിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ കോട്ട് ചെയ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. പ്രത്യേക ആളുകളുടെ സംസ്ഥാനം അല്ലെങ്കിൽ പ്രത്യേക രാജ്യമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ പ്രത്യേക രാജ്യത്തിൽപ്പെട്ട ആ രാജ്യത്തെ സിറ്റിസൻസുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചു. അവിടെയുള്ള സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ കണക്കൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ AP സുന്നി വിഭാഗത്തിന് മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത്, അതായത് മഞ്ചേരി അടക്കം മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് AP സുന്നികൾക്കാണ്. അതോടൊപ്പം തന്നെ മറ്റ് വിഭാഗങ്ങൾക്കൊന്നും, അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനടക്കം ഒരു സ്ഥാപനം പോലും ഇല്ലേ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. സ്ഥാപനമുണ്ട്. പെരിന്തൽമണ്ണയിലാണ് SNDPയുടെ കോളേജ് ഇരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലാണെന്നാണ്. പെരിന്തൽമണ്ണയിൽ SNDPയുടെ കോളേജുണ്ട്. ഭാരതീയ വിദ്യാനികേതൻ സ്കൂൾ, തരകൻ സ്കൂൾ അങ്ങാടിപ്പുറം, കല്യാണി കോളേജ്, KR കോളേജ് വളാഞ്ചേരി, മർത്തോമ കോളേജ് ചുങ്കത്തറ, സെന്റ് മേരീസ് കോളേജ് പുത്തനങ്ങാടി, ഫാത്തിമ മാതാ കോളേജ് എടക്കര, സെന്റ് ജമ്മ സ്കൂൾ മലപ്പുറം, NSS കോളേജ് മഞ്ചേരി, NSS സ്കൂൾ തിരൂർ, അങ്ങനെ പോകുന്നു. അംബേദ്കർ കോളേജ് ഉണ്ട് വണ്ടൂരിൽ, ഭവൻ സ്കൂൾ രാമനാട്ടുകര, ദേവകിയമ്മ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ 3 സ്ഥാപനങ്ങളെങ്കിലുമുണ്ട്. അമൃത സ്കൂളുണ്ട് താനൂരിലും മഞ്ചേരിയിലും, നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച തിരുനാവായിലുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറിയാണ് എന്ന രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ എന്നതാണ് എനിക്ക് ആ പ്രസംഗ ഭാഗം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞ ഒരു പ്രസ്താവനയായിട്ടാണ് നമ്മൾ എടുക്കേണ്ടതും. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഈഴവ വിഭാഗത്തെയാണ്. അദ്ദേഹം ഈഴവ വിഭാഗത്തിൻ്റെ എല്ലാമായ നേതാവാണ് എന്നതാണ് അദ്ദേഹം തന്നെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. SNDP എന്ന സംവിധാനം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കാലങ്ങളായി അത് കൈവശം വെക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ടെങ്കിലും അത് വെള്ളാപ്പള്ളി നടേശനാണ്. മറ്റുള്ളവരൊക്കെ എതിരെ മത്സരിക്കാറുണ്ടെങ്കിലും ഒരിക്കൽ പോലും SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവർക്കാർക്കും എത്താൻ കഴിയാറുമില്ല. നമ്മൾ CK വിദ്യാസാഗറിൻ്റെ അടക്കം അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അധികാരം, പണം, സ്ഥാനമാനങ്ങൾ ഇതെല്ലാം ഒരേപോലെ വെള്ളാപ്പള്ളി നടേശൻ എൻജോയ് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നാലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കുന്നതിനായി എല്ലാവരും, LDF ആയാലും UDF ആയാലും BJP അല്ലെങ്കിൽ NDA ആയാലും എല്ലാവരും വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ സ്ഥാനമേറ്റ BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം എല്ലാവർക്കും വേണം. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഹിന്ദു നേതാവ് എന്ന രീതിയിലാണ് അദ്ദേഹം മുസ്ലിമിനെതിരെ, അല്ലെങ്കിൽ പ്രത്യേക വിഭാഗം എന്നേ പറയുന്നുള്ളൂ, മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ മലപ്പുറം എന്നും പ്രത്യേക വിഭാഗമെന്നും പ്രത്യേക സംസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൂടുതൽ പോപ്പുലേഷൻ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അവിടെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈഴവർക്ക് ഭയമാണെന്നാണ്. ഈഴവർക്ക് ഭയമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞൂടെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾ ശ്വസിക്കാൻ പോലും കഴിയാതെ മലപ്പുറത്ത് കഴിയുകയാണ് എന്ന് കണ്ണൂരിലെ ധർമ്മടത്ത് നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒന്ന് പറഞ്ഞാൽ പോരെ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനിരിക്കുന്ന LDFന് തുടർ ഭരണമാണ് വരാൻ പോകുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞാൽ OBC അല്ലെങ്കിൽ ഈഴവ വോട്ടുകൾ മുഴുവൻ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരും, BJPയിലേക്ക് ഒഴുകിപ്പോയ വോട്ട് പോലും ഞങ്ങൾക്ക് തിരിച്ചിങ്ങി വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന LDFന്റെ സ്വന്തം മുഖ്യമന്ത്രി, 3ാം ഭരണവും കിട്ടാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് അദ്ദേഹത്തിന് പറയുന്നതിൽ അത്രത്തോളം അദ്ദേഹത്തിന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യം അദ്ദേഹം ആവശ്യപ്പെടേണ്ടത് അവിടെയാണ്. ഈ പരിപാടിയിൽ പോയി പറയുന്നതിനേക്കാൾ
മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെടാം. ഇനി വോട്ട് ചെയ്യാൻ മാത്രം ഈഴവർ പങ്കാളിത്തം കുറവ്, അത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അവിടെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ അതിലൊക്കെ ഈഴവർക്ക് പങ്കാളിത്തമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ സ്ഥാപനം തുറക്കാനായി ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും സ്ഥാപനം തുറക്കണമെന്നുണ്ടെങ്കിൽ സ്ഥാപനം തന്നെ തുറന്ന് അവിടെ വരില്ല. അതിനുവേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തണം. ഞാൻ ഇക്കാര്യത്തിൽ എന്താണ് അവിടെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ലാൻഡ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളുകളോട് തന്നെ നേരിട്ട് ചോദിച്ചു. അവർ പറഞ്ഞത് അവർക്ക് ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നതാണ്. അതായത് ഈ സ്ഥാപനം തുടങ്ങുന്നതിന്, സമൂഹത്തിന് നന്മയുള്ള ഏത് സ്ഥാപനമായാലും തുടങ്ങുന്നതിന് ആര് വന്നു കഴിഞ്ഞാലും അതിനങ്ങനെ ഒരു തടസ്സമുള്ള ഒരു ജില്ലയല്ല മലപ്പുറം എന്നതാണ് പറയുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കേണ്ടത്, അദ്ദേഹത്തിന് പെരിന്തൽമണ്ണയിൽ SNDPയുടെ ഒരു കോളേജുണ്ട്. സ്കൂളുകളും കോളേജുകളും കൂടുതലായി മലപ്പുറം ജില്ലയിൽ തുടങ്ങട്ടെ. കാരണം വിജയശതമാനവും അതുപോലെ തന്നെ സാക്ഷരതയും ഒക്കെ നമുക്ക് കൂടുതൽ കൂട്ടിക്കൊണ്ടുവരാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ തുടങ്ങാമല്ലോ. അതൊക്കെ തുടങ്ങുന്നതിന് അദ്ദേഹം അവിടെ ശ്രമിക്കുകയും അതിനെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആരെങ്കിലും തടയുകയോ അല്ലെങ്കിൽ അത് പ്രവർത്തനം തടസ്സപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാദത്തിൽ കാര്യമുണ്ട് എന്നുള്ളത് പറയാം. ഇനി അടുത്തത് ഈ കളക്റ്റീവ് സ്ട്രെങ്ത് ആണ്. കളക്റ്റീവ് സ്ട്രെങ്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം, മറ്റുള്ളവർ സംഘടിച്ച് വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് സംഘടിക്കാൻ സാധിക്കാതെ പോയി. സംഘടിച്ച് നിന്നെങ്കിൽ ഇന്ന് നമുക്കും എല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞേനെ. അത് ശരിയാണ്. കാരണം കേരളത്തിലെ ഹിന്ദുക്കൾ സംഘടിതരല്ല. അദ്ദേഹം പറഞ്ഞ ആ വാദം ശരിയാണ്. കേരളത്തിൽ മുസ്ലിം ലീഗിന് ഉള്ളതുപോലെയുള്ള ഒരു വോട്ട് ബാങ്ക് വേറെ ആർക്കും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. മലപ്പുറത്ത് ആര് മത്സരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ശക്തിയായി ഇടതുപക്ഷത്തിന് സീറ്റുകൾ സ്വന്തമാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ പോലും ആത്യന്തികമായി മുസ്ലിം ലീഗിനുള്ള ഒരു ശക്തി മലപ്പുറത്ത് CPIM-നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. BJP-ക്കും ഇല്ല. അപ്പോൾ അവിടുത്തെ സംഘടിതമായി നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഈ ഒരു മുസ്ലിം വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്ക് ഉണ്ടായെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ആ ഒരു കൂട്ടായ്മ കൊണ്ടാണ്, ഒരുമ കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ കൂട്ടായ്മയാണ്. ഞാനത് പറഞ്ഞോട്ടെ, ഞാനതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അതായത് അവിടെയുള്ള ഈ മുസ്ലിങ്ങൾക്കിടയിലെ ആ ഒരു ഒരുമയാണ് വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ കാണേണ്ടത്. അവിടെ ഇപ്പോൾ സുന്നി വിഭാഗമാണോ ഷിയ വിഭാഗമാണോ അല്ലെങ്കിൽ അഹമ്മദിയാണോ എന്ന് നോക്കിയിട്ടല്ല, അവിടെ അവർക്കിടയിൽ ഒരു ഐക്യമുണ്ട് എന്നത് അദ്ദേഹത്തിന് ബോധ്യപ്പെടേണ്ടതാണ്. ആ ഐക്യം ഇവിടെ എന്തുകൊണ്ടാണ് NSS-ഉം SNDP-യും തമ്മിൽ ഉണ്ടാകാതെ പോയത് മുൻകാലങ്ങളിൽ? ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്നിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഏകീകരണമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, അത് നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ അതിനോട് ഞാൻ എതിർക്കുന്നില്ല. ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് മുന്നിൽ നിൽക്കുന്നത്. അവിടെ ഇടതുപക്ഷത്തിന് ജയിച്ചേ മതിയാകൂ. കാരണം PV അൻവർ ഫാക്ടർ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഇടതുപക്ഷത്തിന് നിലമ്പൂരിൽ ജയിച്ചേ മതിയാകൂ. അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയേ മതിയാകൂ. അത് സാധ്യമാകാത്ത രീതിയിലേക്ക് ഇപ്പോഴത്തെ ഈ തർക്കം കൊണ്ടുപോകുന്നുണ്ടോ എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തെ ബിഗ് ബ്രദർ ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗാണ്. കോൺഗ്രസിന് അവിടെ എപ്പോഴും ഒരു സെക്കൻഡ് ലൈനാണ്. അവിടെ ഫിഡിലിംഗ് മാത്രമാണ് അവർക്ക് സാധിക്കുക. അപ്പോൾ അവിടെ ഈ കോൺഗ്രസിലെ OBC ആണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന, കാലാകാലങ്ങളായി വോട്ട് ചെയ്യുന്ന ഈഴവ വിഭാഗത്തെ ആയിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യമിടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ലീഗിനെ കുറിച്ച് പറയുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് അതാകാനാണ് സാധ്യത. ലീഗിന്റെ വോട്ട് ബാങ്ക് എന്തായാലും അവിടെ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് കൂടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ UDF-ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലമ്പൂരിൽ നിൽക്കുന്നത്. അതിനൊരു മാറ്റമുണ്ടാക്കാൻ വെള്ളാപ്പള്ളി നടേശന്റെ ഈ സ്റ്റേറ്റ്മെന്റ് CPIM ഉപയോഗിക്കുമോ എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുകയാണ്. കാരണം CPIM-ൽ നിന്ന് മുഖ്യമന്ത്രി അടക്കം സംഘപരിവാറിനെ കുറിച്ച് അല്ലെങ്കിൽ ഓർഗനൈസറിൽ വന്ന ലേഖനം, രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന, അതിന് മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിലിരുന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, എഴുതിയിട്ടുമില്ല. CPIM-ലെ പ്രധാനപ്പെട്ട നേതാക്കളും മൗനം തുടരുകയാണ്. അത് ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ ആയതുകൊണ്ട് മാത്രമാണ്. PC ജോർജ് ആണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ സമീപനം? വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞ കാര്യം മലപ്പുറത്ത് പോയി PC ജോർജ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇതായിരിക്കില്ല സമീപനം. വെള്ളാപ്പള്ളി നടേശനെ വേണം. ആർക്ക്? സർക്കാരിന്, CPIM-ന്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എൻഡോഴ്സ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ UDF എന്ന സംവിധാനം ലീഗിന് വിധേയമായി നിൽക്കുന്നത് കൊണ്ട് ലീഗിനെ അല്ലെങ്കിൽ മലപ്പുറത്തെ പറഞ്ഞു കഴിഞ്ഞാൽ UDF-ലുള്ളവർ പ്രതികരിക്കും. അപ്പോഴും K. സുധാകരൻ അടക്കം മിതത്വത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ്, അല്ലാതെ കടന്നാക്രമിക്കുന്നില്ല. അതും വ്യക്തമാണ്. കാരണം കണ്ണൂരിൽ അദ്ദേഹത്തിന് വോട്ട് വേണം. വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും പിണക്കാൻ K. സുധാകരനും തയ്യാറല്ല. ഇനി സ്ട്രോങ് ആയിട്ടുള്ള റാഡിക്കൽ മുസ്ലിം ഗ്രൂപ്പ്സ് ഇപ്പോൾ SDPI പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. SDPI ആണ് പരാതി നൽകിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നമ്മളോട് PMS എല്ലാം പ്രതികരിച്ചതൊഴിച്ചാൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള റിലീസോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനമോ അങ്ങനെയൊന്നും മുസ്ലിം ലീഗിന്റെ നേതാക്കളിൽ നിന്ന്, പ്രധാന നേതാക്കളിൽ നിന്ന് നമ്മൾ കാണുന്നില്ല. കളക്റ്റീവായിട്ടുള്ളൊരു ഡിസിഷൻ അവരത് പെൻഡിംഗ് ആണ്, ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ലീഗിന് അതൃപ്തിയുള്ള ഒരു കാര്യം ഇതിനിടയിൽ സംഭവിച്ചല്ലോ. വഖഫ് നിയമ ഭേദഗതി ബിൽ അത് ലോക്സഭയിൽ വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി ലീഗ് സ്വാംശീകരിച്ച അല്ലെങ്കിൽ ലീഗാണ് നേടിക്കൊടുത്തത് ഭൂരിപക്ഷത്തിലെ 4 ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ച 2.5 ലക്ഷം ഭൂരിപക്ഷത്തിന് വേണ്ടി അധ്വാനിച്ചത് ലീഗാണ്. ലീഗിന്റെ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം ഉയർത്തിക്കൊണ്ടാണ് അവർ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ
എത്തിച്ചത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി വഖഫ് ഭേദഗതി ബില്ല് ചർച്ചയ്ക്കെടുക്കുമ്പോൾ വിദേശത്തായിരുന്നു, പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി ആക്റ്റീവായി അതിൽ ഇടപെട്ട് സംസാരിച്ചിട്ടില്ല. അതൊക്കെ ലീഗിന് അതൃപ്തിയുള്ള വിഷയങ്ങളാണ്. അത് കോൺഗ്രസ് കാണേണ്ട കാര്യമാണ്. അവിടേക്കാണ് ഈ വെള്ളാപ്പള്ളിയുടെ എൻട്രി. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് എന്നതുകൂടി നമ്മൾ നോക്കണം. ഈ അതിതീവ്ര ചിന്താഗതിയുള്ള മുസ്ലിങ്ങൾ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ എങ്ങനെ എടുക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഒരു മിതവാദികളായ അല്ലെങ്കിൽ ഈ തീവ്ര ചിന്താഗതിയിലേക്ക് പോകാത്ത സമൂഹത്തിൽ എല്ലാവരും ഒരുമയോടെ സ്നേഹത്തോടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലപ്പുറത്തെ മുസ്ലിങ്ങളിൽ ഏറിയ പങ്കും, 90%. അല്ലാതെ നിൽക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അവരിതിനെ വലിയ രീതിയിൽ ഒരു പോളറൈസേഷനിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്. പ്രത്യേകിച്ചും SDPIയുടെ ഇപ്പോഴത്തെ മൂവ് കാണുമ്പോൾ എനിക്കതാണ് തോന്നുന്നത്. ഇപ്പോൾ യൂത്ത് ലീഗ് ഒക്കെ നടത്തുന്ന പ്രതിഷേധം പോലെയല്ല SDPIയുടെ ഇതിനകത്തെ സ്റ്റാൻഡ് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ എന്തായാലും 2026 അടുത്ത വർഷം കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകണം. 2026 കോൺഗ്രസും ലീഗും എല്ലാം ഉൾപ്പെടുന്ന UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ ലീഗിന്റെ സ്റ്റാൻഡ് എന്താകും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണല്ലോ. കാരണം ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അന്ന് എന്തായാലും ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കും. അപ്പോൾ ലീഗിന് പൂർണ്ണമായും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടോ? അതുകൊണ്ടാണോ ഒരു മൃദുവായി, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ടതില്ല, അങ്ങനെയാണ് പ്രതികരിക്കേണ്ടതില്ല ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അല്ല, വളരെ മിതമായിട്ട് പ്രതികരിക്കും. അതെ, അപ്പോൾ ലീഗ് അതുകൊണ്ട് തന്നെ അതിലൊരു സൈലൻസ് കീപ്പ് ചെയ്യുകയാണ്. വലിയ പ്രതികരണങ്ങളിലേക്ക് പോകാതെ നിൽക്കുകയാണ്. യൂത്ത് ലീഗിന്റെ ഒക്കെ പ്രതിഷേധം ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി ഇതേ പരിപാടിയിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. അതാണ് ഇതിലെ പൊളിറ്റിക്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂനപക്ഷം സംഘടിതമായി നിന്ന് ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥ എന്നതാണ് മലപ്പുറത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞതിന്റെ തുടർച്ചയായി മകനും NDA നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ വർഷം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും എല്ലാം ചേർത്താണ്. 2024 ജൂൺ 13 എപ്പോഴാണെന്നറിയുമോ? രാജ്യസഭാ സീറ്റുകൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോൾ രാജ്യസഭാ സീറ്റ് ന്യൂനപക്ഷങ്ങൾക്കായി അങ്ങ് തീറെഴുതി കൊടുത്തു, നമ്മളെ എല്ലാവരെയും ഒഴിവാക്കി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെള്ളാപ്പള്ളി നടത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ്. അതൊരു ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. ഇത്രയും അദ്ദേഹം പറഞ്ഞ രീതിയിൽ അതേ മൂർച്ചയോടെ ഈ വിഷയത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാമർശത്തെ BJPയോ അല്ലെങ്കിൽ സംഘപരിവാറോ അല്ലെങ്കിൽ NDAയോ ഏറ്റെടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം ഇതുവരെ ഒരു പ്രതികരണം പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഒരു ധ്രുവീകരണം നല്ലതല്ല എന്നത് തന്നെയാണ്. കാരണം മലപ്പുറത്തെ മനുഷ്യരാകെ മോശമാണ്, അല്ലെങ്കിൽ മലപ്പുറത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ഇങ്ങനെ വർഗീയ ചിന്താഗതിയുള്ള ആളുകളാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് നല്ലതല്ല. വോട്ട് ബാങ്കായി അവർ സംഘടിച്ച് നിൽക്കുന്നത് അവർക്കിടയിൽ ഒരുമയുള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി SNDPയിൽ തന്നെ ഒരു ഒരുമ കൊണ്ടുവരിക, ഈഴവ സമുദായത്തിൽ തന്നെ ഒരു ഒരുമ കൊണ്ടുവരിക, ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഒരുമ കൊണ്ടുവരിക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതിന് പകരം അവർക്കെല്ലാം ഉണ്ട് നമ്മൾക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ട്രൈ ചെയ്തു, നമ്മൾ എന്താണ് ചെയ്തത് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഒന്നും ചെയ്യാതെ കൈകെട്ടിയിരുന്നിട്ട് അവരെല്ലാം കൊണ്ടുപോയി അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. വെള്ളാപ്പള്ളിയെ വിലക്കണ്ടേ എന്ന ചർച്ച അവസാന ഘട്ടത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഉണ്ട്. അതായത് ഈ 2015 BDJS രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര തുടങ്ങുന്നത്. ആ സമയം മുതലാണല്ലോ നമ്മൾ ഈ പറയുന്ന ഈ മുസ്ലിം വിദ്വേഷം അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞു തുടങ്ങിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആലപ്പുഴയിൽ അമ്പലപ്പുഴ എന്നൊരു നിയോജക മണ്ഡലമുണ്ട്. G. സുധാകരൻ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു കാസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്നറിയാമോ? ആ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലുള്ള ഈഴവരാണ്. ഈഴവർ കഴിഞ്ഞാൽ പിന്നെ നായരാണ്. നായർ കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മിൻസാണ്. അവിടുത്തെ ഏറ്റവും ന്യൂനപക്ഷമാരാണെന്നറിയോ? മുസ്ലിംസാണ്. 2021 ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചതാരാണെന്നറിയോ? H. സലാം എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണ്. അതാണ് അമ്പലപ്പുഴയുടെ ഞാൻ കേരളത്തിലെ തന്നെ ഏറ്റവും സെക്കുലറായ മണ്ഡലങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈഴവരുള്ള മണ്ഡലം. അത് കഴിഞ്ഞാൽ പിന്നെ നായർ, അത് കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മിൻ. അവിടെ ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ള സമുദായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം. ആ സമുദായത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ച് വിജയിച്ചു വന്നിരിക്കുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ മൂക്കിന് താഴെ അദ്ദേഹം ഈ പറയുന്ന ഈ ഭയങ്കരമായ മുസ്ലിം വിരോധം പറഞ്ഞതിന് ശേഷവും ആ പ്രചാരണത്തിലൊന്നും വീഴാതെ അവിടുത്തെ അമ്പലപ്പുഴയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് സലാമിനെയാണ് എന്ന ചരിത്രം തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് സംഭവിച്ചൊരു കാര്യമെങ്കിലും അദ്ദേഹം മനസ്സിലാക്കണം. അങ്ങനെയാണ് കേരളത്തിൽ ഈഴവ സമുദായം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷവും. അത് അവരെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സുജയ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ന്യൂനപക്ഷങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമയോടെ നിന്നു, അവരത് നേടിയെടുക്കുന്നു എന്നുള്ളത് ശരിയാണ്. മറുവശത്ത് സുജയ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചു. അത് സുജയല്ല, വെള്ളാപ്പള്ളി പറഞ്ഞതാണ്. വെള്ളാപ്പള്ളി പറഞ്ഞ വാചകമാണ്, മറ്റുള്ളവർ സംഘടിച്ച് വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് സംഘടിക്കാൻ സാധിക്കാതെ പോയി. സംഘടിച്ച് നിന്നെങ്കിൽ ഇന്ന് നമുക്കും എല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞേനെ എന്ന് ഈ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞതാണ് ഞാൻ കോട്ട് ചെയ്തത്. അല്ല, തുഷാർ പറഞ്ഞത് ന്യൂനപക്ഷം സംഘടിതമായി നിന്ന് ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ്. അച്ഛന്റെയും മകന്റെയും ഞാൻ മനസ്സിലാക്കിയത് അതിനെ എൻഡോഴ്സ് ചെയ്തു സുജയ് എന്നാണ്. അങ്ങനെ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ടോ? എൻഡോഴ്സ് ചെയ്തല്ലോ, ഞാൻ വെള്ളാപ്പള്ളിയെ കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയോട് ഒരു ചരിത്രപരമായ കാര്യം കൂടി ഓർമ്മിച്ചേക്കാം.
അതായത് രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ 1970-കളിൽ രൂപപ്പെടുകയും 1990-കളിൽ അവസാനിക്കുകയും ചെയ്തു. അതിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് NDP എന്നാണ്, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. അത് രൂപം കൊടുത്തത് NSS ആണ്. അതേപോലെ തന്നെ SRP എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി രൂപപ്പെടുത്തി, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി. അതുണ്ടാക്കിയത് SNDP ആണ്. ഈ രണ്ട് പാർട്ടികളെയും ഉണ്ടാക്കിയിരുന്നു കേരളത്തിൽ. NSS ഒരു പാർട്ടി ഉണ്ടാക്കി, SNDP ഒരു പാർട്ടി ഉണ്ടാക്കി. ക്രൈസ്തവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകും. ബിഷപ്പ് റെമിജിയോ സിഞ്ചനാനിയിൽ പറഞ്ഞിട്ടുണ്ട്. നടക്കട്ടെ. അപ്പോൾ ഈ കാസയും ഉണ്ടാക്കാൻ പോവുകയാണ്. കാസ ഉണ്ടാക്കിയിട്ട് മാത്രമല്ല, കാസ നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു. അതായത് ഞങ്ങൾ ശക്തിയുള്ള സ്ഥലത്തെല്ലാം ഞങ്ങൾ മത്സരിക്കും, അല്ലാത്ത സ്ഥലത്തെല്ലാം BJP പിന്തുണയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെറ്റാണോ? അത് തെറ്റല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്, നല്ല കാര്യം വരട്ടെ എന്നുള്ളതാണ്. അല്ല, ഇന്ന് മുനമ്പം വിഷയത്തിന് അത് സഭയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ഒരു സാമുദായിക വിഷയമായിട്ടല്ല സഭ മുനമ്പം വിഷയത്തെ കണ്ടതെന്ന് പറഞ്ഞത്. അതെന്താണ്? അതൊരു സാമുദായിക വിഷയമായിട്ടാണ് കണ്ടിരിക്കുന്നത്. സാമുദായിക വിഷയമായി കണ്ടിട്ടില്ല, സമുദായ വിഷയം കണ്ടിട്ടില്ല, സാമൂഹിക വിഷയമായിട്ടാണ് കാണുന്നത്. ജനങ്ങളുടെ വിഷയമായതുകൊണ്ട് കേരളത്തിലെ എല്ലാ മാനുഷിക പ്രശ്നമായിട്ട്, കാരണം ജനങ്ങളുടെ എല്ലാ മാനുഷിക പ്രശ്നങ്ങളും തീരേണ്ടതാണ്. അല്ലാതെ അതെന്തല്ല അത് സമുദായത്തിന്റെ പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. അവിടെ എന്താണോ BJP വിചാരിച്ചത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ശരി, വെള്ളാപ്പള്ളി വിലക്കണ്ടേ എന്നുള്ള ചോദ്യം. 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു, വിലക്കേണ്ടതാണ്. സർക്കാരിന്റെ മുന്നിലേക്ക് നമ്മളത് വെക്കുകയാണ്. മുഖ്യമന്ത്രി മറുപടി പറയണം. Meet the editors.